ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗൂസ്ബെറി. തക്കാളി വെച്ചിട്ട് നമ്മൾ പല കറികളും കഴിച്ചിട്ടുണ്ടല്ലേ. തക്കാളി വെച്ചിട്ട് രസമുണ്ട്, പിന്നെ തക്കാളി കറിയുണ്ട്, അങ്ങനെ പല കറികളും നമുക്കറിയാം. പക്ഷേ തക്കാളി വെച്ചിട്ട് ആരെങ്കിലും മോരുകറി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? രണ്ട് പുളിയാവുമ്പോൾ എങ്ങനെ സെറ്റാവും എന്നൊക്കെ സംശയമായിരുന്നു. ഇഞ്ചിപ്പണ്ണീൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്കും വന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആവശ്യത്തിന് തക്കാളി എടുക്കുക, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കാം. നമ്മൾ പൊതുവേ ഇങ്ങനെ കാണുന്ന വെറൈറ്റി ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഈ തക്കാളി വെച്ചിട്ടുള്ള മോരുകറി കണ്ടപ്പോൾ നമ്മൾ ആരും ഇതുവരെ കഴിച്ചിട്ടുമില്ല, അങ്ങനെ ഒന്നും കേട്ടിട്ട് തന്നെ ഇല്ല നമ്മൾ മോരുകറിയിൽ തക്കാളി എന്നുള്ളത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ തക്കാളിയൊക്കെ അവിടെ ഇരുന്ന് വേവട്ടെ. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അത് സാധാ മോരുകറി വെക്കുന്ന പോലെ തന്നെ നമ്മൾ കുറച്ച് 2 പച്ചമുളക്, ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ചെറിയ ജീരകം ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിൽ നമ്മൾ ഇഞ്ചി മാത്രമാണ് സാധാ മോര് കറിയിൽ ചേർക്കാത്തത്. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചേർക്കില്ല അതൊന്നും. പിന്നെ മോരൊഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ നമുക്ക്. ഇനിയൊക്കെ സാധാ മോര് കറി പോലെ തന്നെ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം. കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ടാലും മതിയാവും. കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി പിന്നെ സാധാ പോലെ നമുക്ക് താളിച്ചെടുക്കാവുന്ന പരിപാടിയുള്ളൂ. ഇനി അതിനായിട്ട് ഒരു പാൻ വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എപ്പോഴും പറയണ പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അതിലേക്ക് കടുക്, വേപ്പില, പിന്നെ വറ്റൽമുളക് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ട് മോര് കറിയൊക്കെ ഒഴിക്കാം. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത മീൻസ് കുമ്പളങ്ങ, വെള്ളരിക്ക അങ്ങനത്തെ കഷ്ണങ്ങളൊക്കെയാണല്ലോ നമ്മൾ കൂടുതലായിട്ടും മോര് കറിയിൽ ഇടുക. അതൊന്നും ഇല്ലാതെ മോര് കറി, പിന്നെ നമ്മൾ മോര് കാച്ചും, പക്ഷേ ഇങ്ങനൊരു കറി നമ്മൾ ചിന്തിക്കില്ല. പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാത്തവർ ഒരു ടൈമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഡിഷാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.